മല്ലു ഫാമിലിയെക്കുറിച്ച് സോഷ്യൽ മീഡിയ മലയാളികൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. താങ്കളുടെ കുടുംബത്തിലെ രസകരമായ നിമിഷങ്ങളെല്ലാം വീഡിയോ ആക്കിയാണ് മല്ലു ഫാമിലി സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പിടിച്ചു പറ്റിയത്. ഇവരുടെ പല വീഡിയോസുകളും വ്യൂസ് മില്യൺ അടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പലരുടെയും മനസ്സിൽ ഇവർക്ക് ഒരു മാസം എത്ര വരുമാനം കിട്ടുമെന്ന ചോദ്യം തീർച്ചയായും ഉണ്ടാകും. ഇപ്പോഴിതാ ഇതിനെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് സുജനും ഭാര്യ പൊന്നുസുവും. സെന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇതിനെക്കുറിച്ച് അഭിമുഖത്തിൽ പറയുന്നത്. ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത് എപ്പോഴാണെന്ന് സുജൻ തുറന്നു പറഞ്ഞു. ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ പേജ് തുടങ്ങി 35,000-ഓളം ഫോളോവേഴ്സിനായി. പക്ഷെ ആ പേജിന് മോണിറ്റൈസേഷൻ കിട്ടിയില്ല. ഡിലീറ്റാക്കി മറ്റൊരു പേജ് തുടങ്ങി. ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. ഫോളോവേഴ്സിനെ കൊണ്ടുവരുമ്പോഴാണ് എൻ്റെ ബൈക്കുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടാകുന്നത്. അത് വലിയ വിഷയമായിരുന്നു. 67,000 ആളുകൾ അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി. പക്ഷെ ആ മാസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയത്. ഒരു ജൂലൈ മാസമായിരുന്നു അത്. ജൂലൈ എനിക്ക് ശരിയല്ലെന്ന് കുടുംബമൊക്കെ പറയാറുണ്ട്. ആ സമയത്ത് എല്ലാ വീഡിയോകളും മില്യൺ വ്യൂസ് ആയിരുന്നു. നെഗറ്റീവ് പറയാൻ വേണ്ടി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. ആ മാസം തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ആയി. കുഴപ്പമില്ലാത്ത ഫണ്ട് വന്നു. യൂട്യൂബിൽ നിന്നും കിട്ടി. എൻ്റെ പെങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്തോടെ ഫണ്ട് കിട്ടിയിരുന്നു. നല്ല വ്യൂസ് ആയിരുന്നു ആ വീഡിയോസുകളെല്ലാം. എന്നാൽ ആ സമയത്തല്ല, ബൈക്കിൻ്റെ പ്രശ്നത്തിൽ തന്നെയായിരുന്നു പണം വന്നത്. കടം വീടുന്നത് വരെ മാസം ഇത്ര ഡോളർ വേണമെന്നൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആക്കിയെടുത്തതായിരുന്നു. ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നു. ആ സമയത്ത് $4,500 ഒരു മാസം ഉണ്ടായിരുന്നു. $1,75,505 രൂപ. എങ്ങനെയെങ്കിലും $4,500 വരുമാനം മാസം കിട്ടാൻ പരമാവധി ശ്രമിക്കും. അതിനായി പല വീഡിയോസുകളും ഇടും. ജൂലൈ മാസത്തിൽ $9,000 വരെ കിട്ടിയിട്ടുണ്ട്. 7 ലക്ഷം രൂപ. നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരാറുണ്ട്. ഒരിക്കൽ എന്നെക്കുറിച്ച് 16K നെഗറ്റീവ് കമൻറ്റൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര പേടിച്ചിരുന്നു. സമയത്ത് എൻ്റെ ഫേസ്ബുക്കിൽ കമൻറ്റുകളൊക്കെ കണ്ടാൽ പെട്ടെന്നല്ല സഹിക്കില്ല. പക്ഷെ കമൻറ്റ് വരാൻ വേണ്ടി ഞാൻ ചിലത് കാട്ടിക്കൂട്ടും. കാരണം കമൻറ്റ് വന്നാലും ഫണ്ട് വരും. പലരും വിളിച്ച് സമാധാനിപ്പിച്ചിരുന്നു. സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? ആളുകൾ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറയട്ടെ. നെഗറ്റീവ് കമൻറ്റുകൾ എത്ര വേണമെങ്കിലും വന്നോട്ടെ. എനിക്ക് ഫണ്ടാണ് വലുത്.